ഏകദേശം ഇന്നലെ ഏത് ഭാഗത്തുനിന്നാ സൗണ്ട് കേട്ടെ? ഏകദേശം ഈ ഭാഗത്തുനിന്ന് തന്നെ കേട്ടത്. ഇവിടെ തന്നെ? ഓ, ഇത് പണിയാണല്ലോ. കൊള്ളാം. ദിവസം തൂത്ത് വൃത്തിയാക്കുന്നത് ഭയങ്കരപ്പെട്ട പണിയല്ലേ. ഒരു ദിവസം ചെയ്ത് നോക്കണം, അപ്പോഴേ അറിയാവൂ. അതല്ല അണ്ണ, അണ്ണ ഇങ്ങ് വന്നേ. ഇതാരാ ഈ മാർക്ക് വിടട്ടെ? ആരാന്തോ മുത്തോണ്ണ, ഇത് പണിയാണ്. എന്തോ അണ്ണ, അണ്ണൻ വായിച്ചില്ലേ കുറവ് സംഘത്തിന്റെ കാര്യം? അവര് കവർച്ച നടത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓരോ മാർക്ക് ഇട്ടിട്ട് പോകും വീട്ടില്. തന്നെ? ആ, പാമാരി തന്നെ. അയ്യോ, പ്രശ്നമാണല്ലോ. എത്രയും വേഗം പോലീസിനെ അറിയിക്കണം കുഞ്ഞെ. വരട്ടെ, ആദ്യം ഒന്ന് CCTV കൂടെ ചെക്ക് ചെയ്യട്ടെ. സത്യമാണെന്ന് അറിഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഞാനിപ്പോ വരാം. ഈശ്വരാ, ഇനി മുതൽ രാത്രി ഉറക്കമില്ല. ഓരോ കുറവ സംഘങ്ങൾ. പിന്നല്ലാതെ കുത്തി തുറന്ന വീടിനകത്ത് എന്തെല്ലാം ഉണ്ടോ വിലപിടിപ്പുള്ളത് അത് മുഴുവനും എടുത്തോണ്ട് പോവുക. എന്തോ ചെയ്യുമെന്ന് പറ. മനസമാധാനം പോയി കിട്ടിയില്ലേ? ചേച്ചി നമ്മുടെ കാര്യമാണോ പറയുന്നത്? ഏതോ തിരുട്ട് ഗ്രാമമാ, ഇത് അവരുടെ ജോലിയാണ് പോലും മോട്ടിച്ചോണ്ട് പോകുന്നത്. നമ്മളെ പറ്റിയല്ല. ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേ കേട്ടോ. ഞാൻ വിളിക്കാം. സുനിത പോന്നു. കുറച്ചേരമായി ചേച്ചി വന്നിട്ട്. ശരി. ആന്റി എപ്പറ്റിയായിരുന്നു? കുറച്ചേരമായി. അമ്മ, അന്ന് മുട്ടോണ്ണം കേട്ട ശബ്ദം ശരിയാണ്. കണ്ടോ? ഈ കോമ്പൗണ്ടിൽ അന്ന് 2-3 പേര് കേറിയിട്ടുണ്ട്. കണ്ടോ? ഇതാ ഞാൻ പറയുന്നത്, എല്ലാവരും നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ ഇരിക്കണമെന്ന്. അവര് തേരാ പാരാ നടക്കുന്ന സമയമായിപ്പോഴ് ഈ കൂട്ടത്തോടെ. അമ്മ പേടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അവര് ഈ വീട് മാർക്ക് ചെയ്തിട്ടാണ് പോയത്. കള്ളന്മാര്. നമുക്കെന്നാ പോലീസിനെ വിളിക്കാം ചേച്ചി. അമ്മ, ഞാൻ അവരെ വിളിച്ചതാ. എന്തോ പാർട്ടി സമ്മേളനം എന്തോ നടക്കണോണ്ട് അവർ അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന പറഞ്ഞു. ഓടാ കുഞ്ഞെ, എല്ലാരോടും പറ. മുത്തു അടക്കം എല്ലാരോടും പറ, വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറ കേട്ടോ. ഇത് അത്ര നിസ്സാര കാര്യമല്ല. ഒരുപാടായി, എല്ലാത്തിനെയും കിട്ടിയിട്ടുമില്ല. ഒരെണ്ണത്തിനെ മറ്റേ പിടിച്ചുള്ളൂ പോലീസ്. എന്തോ ചെയ്യുമെന്ന് പറ. പ്രശോഭേ, നീ ഇതേ ഇവിടെ ഉള്ളവരെയൊക്കെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എന്ത് പ്ലാൻ അമ്മ? എടാ, അതൊക്കെ ഞാൻ പറയാം. നീ ആദ്യം അവരോടൊക്കെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ, സമയം കളയാതെ. ശരിയമ്മ. അതെ, എനിക്ക് നിങ്ങളോടൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ പേടിക്കുന്നു എന്നുള്ളതാണ് ഈ കുറുവാ സംഘത്തിന്റെ നേട്ടം. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ? ധൈര്യം. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുക. എടാ, ഇവര് വരുമ്പോഴേ അത്യാവശ്യം ഒന്ന് ആക്രമിക്കാൻ വേണ്ടി നമുക്ക് വല്ല വടിയോ വാളോ വെട്ടുകത്തിയോ അതോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് കരുതി എടുത്ത് വെക്കുക. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. അതായത് പോലീസുകാർ ഇപ്പൊ വിളിച്ചു, എന്തെങ്കിലും കാരണം കൊണ്ട് അവര് വരാനൊന്ന് വൈകിപ്പോയി. ഇവന്മാരെ ഒന്ന് പിടിച്ചു കെട്ടി നിർത്താനുള്ള സംഭവങ്ങൾ നമ്മുടെ കൈ വേണ്ടേ? അതായത് പോലീസ് വരുന്ന മുമ്പേ നമ്മൾ പിടിച്ചു കെട്ടി നിർത്തണം. അതിനുള്ള ധൈര്യവും വേണം. അമ്മ, നമുക്ക് വരുമ്പോ മുളകൊടി കാര്യം മുഖത്തറിയാം. ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇപ്പോഴത്തെ മുളകൊടിയൊക്കെ? എരിയൂല അല്ലേ കൊച്ചമ്മ? അങ്ങനെയാണെങ്കിൽ കുരുമുളക് നോക്കിയല്ലോ. ഒരു കാര്യം ചെയ്യും, കുറച്ച് പൊടിയെടുത്ത് തക്കി നോക്കി കുരുമുളക് ഏതില്ല ഇല്ലാത്തതില്ല ഒന്ന് ചുമ്മാ അവിടെ കാണും. അവര് വടിയോ കമ്പ എന്താന്ന് ചെയ്ത് കിട്ടും. ഞാൻ പോവാ. പേടിയുണ്ടെന്ന് പേടിച്ചിട്ടൊന്നും അല്ല. പോണാ ചേച്ചി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, സമയമില്ലാത്തോണ്ട്. അല്ല, കുറുവാ വന്നില്ലല്ലോ. പോയാ? പേടിച്ചിട്ട് പോയതാണോ മോളെ? പേടിച്ചിട്ട് പോണതായിരിക്കും. അയ്യോ പാവം, നഷ്ട സിനിമ എടുക്കാൻ വന്നതാ. നല്ല ധൈര്യം കേട്ടാ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ നമ്മൾ ഇരിക്കുക. ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും തൽക്കാലം പിടിച്ചു കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.